കള്ളക്കേസിൽപ്പെടുത്തിയതാണെന്ന് വ്യക്തമാക്കുന്നതാണ് 2 ദിവസത്തിനകം ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് ലഭിച്ച ജാമ്യം. അവരുടെ പേരിലുള്ള കേസെന്താ? അവർ 2019 ഫെബ്രുവരി 18 പോലീസ് ജീപ്പിൽ ഉണ്ടായിരുന്ന പെരിയ കേസിലെ 2ാം പ്രതിയായ സജി ജോർജിനെ മോചിപ്പിക്കാൻ നേതൃത്വം കൊടുത്തു. മോചിപ്പിക്കുന്നതിന് അവർ ഗൂഢാലോചന നടത്തിയെന്ന് CBI കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് വിചാരണ കോടതി തന്നെ തള്ളിക്കളഞ്ഞു. ആ വാദം സ്വീകരിച്ചില്ല. ഈ നേതാക്കൾ പെരിയയിലെ കൊലപാതകത്തിന് നേരിട്ട് പങ്കാളികളോ ആ സംഭവത്തിന് മുമ്പ് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരോ ആണെന്ന ആക്ഷേപം CBI കുറ്റപത്രത്തിൽ ഒരിടത്തും കാണാൻ കഴിയില്ല. CBI അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം നേതാക്കളെ പ്രതിയാക്കണമെന്ന ഒറ്റ കാരണത്താൽ രാഷ്ട്രീയ നിർദ്ദേശമാണ് കൂട്ടിലിട്ട തത്തയായ CBI നടപ്പാക്കിയത്. അതിനു മുമ്പ് അന്വേഷണം നടത്തിയ പോലീസ് ഈ സംഭവത്തിൽ നേതാക്കന്മാർ ആരെങ്കിലും പങ്കാളികളാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. അതായിരുന്നു സത്യവും. പെരിയ കേസ് സംബന്ധിച്ച് നേരത്തെ തന്നെ CPIM വ്യക്തമാക്കിയ ഒരു കാര്യം, അതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, പാർട്ടിക്ക് അതിലൊരു പങ്കുമില്ല. പീതാംബരന് നേരെ കൊല്ലപ്പെട്ടവർ നടത്തിയ തുടർച്ചയായിട്ടുള്ള അക്രമവും അവരുടെ പേരിൽ ആ പ്രദേശത്ത് നടത്തിയിട്ടുള്ള കുഴപ്പങ്ങൾക്ക് വധശ്രമമടക്കമുള്ള നിരവധി കേസുകൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടും മറ്റും പീതാംബരന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളൊരു സംഭവമായിരുന്നു എന്നത് എല്ലാവരും തിരിച്ചറിഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാപരമായ ചില തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്നു. പക്ഷെ പിന്നെ എന്തിനാണ് CPIMനെ അതിനെ വലിച്ചഴക്കുന്നത്? CPIMനെ വലിച്ചഴക്കുക മാത്രമല്ല, CPIM നേതാക്കളെ CBI പ്രതിയാക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? സജി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് 2019 ഫെബ്രുവരി 20 CBI കോടതിയിൽ കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിൽ പറയുന്നത് സജി ജോർജിനെ KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ പോലീസ് ജീപ്പിൽ നിന്നും മോചിപ്പിച്ചത് ഫെബ്രുവരി 18 20-ാം തീയതി കേസിൽ പ്രതിയാവുന്ന ഒരാളെ എങ്ങനെയാണ് 18-ാം തീയതി മോചിപ്പിക്കാൻ കഴിയുക? അതൊരു കള്ളക്കഥയായിരുന്നു. മാത്രമല്ല 20-ാം തീയതി സജി ജോർജിനെ പ്രതിയാക്കിയതിന് ശേഷം 21-ാം തീയതി സജി ജോർജിനെ പ്രതിയാക്കിയതിൻ്റെ തൊട്ടടുത്ത് ആയുധം കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസ് പോവുകയും ചെയ്യുന്നു. 20-ാം തീയതി KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ഇവരെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 21-ാം തീയതിയാണോ അവിടെ ആയുധം കണ്ടെത്താൻ പോവുക? അപ്പോൾ 20-ാം തീയതിയാണ് അറസ്റ്റ് ചെയ്തത് എന്ന വസ്തുത ഇരിക്കുമ്പോൾ 18-ാം തീയതി മോചിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളക്കഥ ഉണ്ടാക്കി. ആ കള്ളക്കഥ ഉണ്ടാക്കുക മാത്രമല്ല, CBI എന്ത് ചെയ്തു? കേസ് ഡയറി അടക്കമുള്ള പോലീസ് സ്റ്റേഷനിലെ സുപ്രധാന രേഖയായിട്ടുള്ള ജനറൽ ഡയറി അടക്കമുള്ള എല്ലാ തെളിവുകളും കോടതിയിൽ നിന്ന് മറച്ചു പിടിച്ചു.
ജനറൽ ഡയറി എന്ന് പറയുന്നത് ഏത് പോലീസ് ഉദ്യോഗസ്ഥനും അന്വേഷണത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്ന രേഖയാണ്. പോലീസ് ജീപ്പിൽ നിന്ന് KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ഇവരെ മോചിപ്പിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായി CBI എഴുതി വെച്ചത് ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ SI, ASI അടക്കമുള്ളവരുടെ പേരാണ്. അപ്പം അവരാണല്ലോ പോലീസ് ജീപ്പിൽ ഈ പ്രതിയെ പിടിച്ച് 18-ാം തീയതി കൊണ്ടുപോകുന്നത്. അപ്പോഴാണല്ലോ തടഞ്ഞ് മോചിപ്പിക്കുന്നത്. എന്നാൽ ആ സമയത്ത് ഈ SIയും ASIയും പോലീസ് സ്റ്റേഷനിലായിരുന്നു. 12 കിലോമീറ്റർ അകലെയുള്ള പോലീസ് സ്റ്റേഷൻ, ബേക്കൽ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിൽ അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലെ സുപ്രധാനമായ രേഖയായ ജനറൽ ഡയറിയിൽ അവർ ആ സമയത്ത് നിർവഹിച്ച് ഡ്യൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജനറൽ ഡയറി പിന്നീട് ചേർക്കാൻ പറ്റുന്ന ഒന്നല്ല. പിന്നീട് ചേർത്തതാണെങ്കിൽ അത് തിരിച്ചറിയും. ഈ SI ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് 18-ാം തീയതി SIയുടെ സാന്നിധ്യത്തിൽ പോലീസ് ജീപ്പിൽ ഉണ്ടായിരുന്ന പ്രതിയെ നേതാക്കൾ മോചിപ്പിച്ചു. അതിന് SI അടക്കമുള്ളവർ കൂട്ടുനിന്നു എന്നതാണ് CBIയുടെ കേസ്. അതോടൊപ്പം CBI എന്ത് ചെയ്തു? ആ സമയത്ത് ക്രമസമാധാന ചുമതലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട മഞ്ചേശ്വരം CI അദ്ദേഹം ഉൾപ്പെടെ ഈ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് ഈ KV കുഞ്ഞിരാമൻ അടക്കമുള്ള നേതാക്കളോടൊപ്പം അവരെ സഹായിച്ചു കൊണ്ടുനിന്നു. കാരണം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ് KV കുഞ്ഞിരാമൻ. മുൻ MLA ഒക്കെ ആയിരുന്നു.